ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പഠിച്ചത്? സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെ മാർഗങ്ങളാണ് നടത്തിയത്, അല്ലെ? ഓരോ പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചു, ആ ഓരോ പ്രശ്നത്തിന്റെയും സൊല്യൂഷൻ പഠിച്ചു. അപ്പൊ അതിൽ ഏറ്റവും അവസാനം വരുന്നത് നമ്മുടെ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനപ്പോൾ ലെങ്ത് കൂടിയതുകൊണ്ട് അവിടെ വെച്ച് നിർത്തിയതാണ്. അതായത് നമ്മൾ വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തി, എന്തൊക്കെ കമ്മീഷൻസിനെ കൊണ്ടുവന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചല്ലോ. അപ്പൊ ഇനി അടുത്ത് വരാനുള്ളത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യും. നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന് ഈ പറയുന്ന ശാസ്ത്ര പുരോഗതിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ശാസ്ത്രത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട്, അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഇന്നിപ്പോ കേൾക്കുന്ന, നിങ്ങളിപ്പോ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് അല്ലെ? ഭാവിയിൽ നിങ്ങൾക്ക് ചെന്നെത്താൻ പറ്റുന്ന ഓരോ ശാസ്ത്ര മേഖലയുടെയും പരമോന്നതമായിട്ടുള്ള ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIT, അല്ലെ? ഏതൊരു എഞ്ചിനീയറിംഗ് താല്പര്യപ്പെടുന്ന കുട്ടിയുടെയും സ്വപ്നം ആണ്. ഇന്ത്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ബാബ അറ്റോമിക് റിസർച്ച് സ്റ്റേഷൻ, ബാർക്ക് എന്ന് പറയും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡോക്ടർ ആവാൻ താല്പര്യപ്പെടുന്ന നിങ്ങൾക്ക് എയിംസ്, അല്ലെ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതുപോലെ ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ, അല്ലെ? ഡിഫൻസിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, ശാസ്ത്രജ്ഞനാകുന്നവരൊക്കെ എത്തുന്ന എവിടെയാണ്? ഈ പറയുന്ന DRDOയിലാണ്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, അല്ലെ? മാനേജിംഗ് ലെവലിലൊക്കെ IIM അറിയാലോ, അല്ലെ? നമ്മുടെ ഈ പറയുന്ന കാറ്റ് എക്സാം ഒക്കെ എഴുതിയിട്ട് നമ്മൾ എത്തുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ്. വളരെ വളരെ ഉന്നത പദവിയിരിക്കുന്ന പലരും ഈ പറയുന്ന IIM-ലും ഈ IIT-ലും അതുപോലെ എയിംസിലും ഒക്കെ പഠിച്ചു വന്നവരാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ഇന്ത്യയിൽ സ്ഥാപിച്ചു. ഇപ്പൊ ജവഹർലാൽ നെഹ്റുവിനെ സഹായിക്കാനായിട്ട് ഹോമി ജഹാംഗീർ ബാബ, അല്ലെങ്കിൽ HJ ബാബ, അതുപോലെ മേഘാനന്ദ് സാഹ പോലെയുള്ള സയന്റിഫിക് അഡ്വൈസർമാരും ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ സയൻസിന് വേണ്ടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം സ്ഥാപനങ്ങൾ ആരംഭിച്ചു. അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. There is no visible limit to the advance of science if it is given the chance to advance. അതായത് നമ്മൾ ശാസ്ത്രത്തെ വളരാനായിട്ട് അനുവദിക്കുകയാണെങ്കിൽ ആ വളർച്ചയ്ക്ക് ഒരു ലിമിറ്റ് ഇല്ല. അത് നമ്മൾ എത്ര ഉന്നതിയിലോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യും? കൊണ്ടുപോകും എന്ന് പറഞ്ഞത് ആരാണ്? ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞത്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ വേറെ ഒന്നും പറഞ്ഞു തരാനായിട്ടൊന്നുമില്ല. ഓക്കെ ഓക്കെ Jawaharlal Nehru, who recognizes that scientific development is an indispensable component in shaping India's future. He encouraged the development of science and technology in India. Along with this, he considered it is his mission to create a society based on scientific temper. അല്ലെ? ശാസ്ത്രബോധമുള്ള ഒരു തലമുറ, അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നതല്ല, ശാസ്ത്രബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ദൗത്യമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. അതിന് അദ്ദേഹം ഈ പറയുന്ന സയന്റിഫിക് അഡ്വൈസർമാരായിട്ടുള്ള ഹോമി ജെ ബാബയും മേഘാനന്ദ സാഹയോടെയൊക്കെ സഹായങ്ങൾ തേടിയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവരെ സഹായിച്ചിരുന്നു എന്ന് വേണം പറയാൻ. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ദ ഫൗണ്ടേഷൻ വാസ് ലെയ്ഡ് ഫോർ ന്യൂമറസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ദാറ്റ് വെർ കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് എ നോളജ് റെവല്യൂഷൻ. അതായത് ഈ പറയുന്ന അറിവിന്റെ വിപ്ലവം തുടങ്ങാനായിട്ടുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. IIT, NIV, ബാർക്ക്, എയിംസ്, DRDO, IIM പോലെയുള്ളവ. ഇതിലെ ബാർക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെന്റ് പറയുന്നുണ്ട്, അല്ലെ? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ സൂപ്പർ പവറുകളിൽ വരുന്ന രാജ്യമാണ്, അല്ലെ? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 തവണ ആണവ ആയുധമായിട്ടുള്ള ആറ്റം ബോംബിന്റെ ഈ പറയുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നടത്തിയിട്ടുണ്ട്. ഒന്ന് 1978 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിലും, അടുത്ത് 1999 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ 2ാം അണുപരീക്ഷണവും നമ്മൾ നടത്തി. അപ്പൊ ആദ്യത്തെ പരീക്ഷണത്തിന്റെ പേര് സ്മൈലിംഗ് ബുദ്ധ എന്നാണ്. കാരണം ബുദ്ധപൂർണിമ ദിനത്തിലാണ് നമ്മൾ അത് നടത്തിയത്, അതുകൊണ്ടാണ് അത് അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോ ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിന്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല. അതായത് ഇറ്റ് ഈസ്, അല്ലെ, അത്രയ്ക്ക് അങ്ങ് വളർന്നു പോകുന്നതാണ് ആര് പറഞ്ഞത്? വളരെ പറഞ്ഞത്. ഇനി ഇവിടെ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ശാസ്ത്രീയ മനോഭാവമുള്ള ഒരു തലമുറയെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യമായി അദ്ദേഹം കണ്ടിരുന്നു. അത്രയേ ഉള്ള സംഭവം. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. തീർന്നു. അത്രയേ ഉള്ളൂ. നോട്ടിൽ വേണമെന്നുള്ളവർക്ക് ഈ പറയുന്ന സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെച്ചോ. റവല്യൂഷൻ ഓഫ് നോളജ് ത്രൂ സയൻസ് ആൻഡ് ടെക്നോളജി. ഇത്രയും പോയിന്റുകളാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ IIT ഓരോന്നും ഏതിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് കൂടി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഞാൻ അറിയാത്തവർക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഭാവിയിൽ പഠിക്കാൻ പോകണമെങ്കിൽ എന്തായിരിക്കും, ഇവിടെ എന്തൊക്കെ പഠിപ്പിക്കുന്നതെന്നൊക്കെ അറിയണ്ടേ? അതിന് വേണ്ടി ഞാൻ അതുകൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കാണാതെ പഠിച്ചു വെച്ചുകളയല്ലേ.
ഇത്രയും പോയിന്റ് മാത്രം ജസ്റ്റ് ഒന്ന് ചുരുക്കി ഇതൊന്ന് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്, എങ്കിലും പറയാതെ പോകാൻ പറ്റത്തില്ല. അടുത്തതിലോട്ട് പോവാം. നെക്സ്റ്റ് വരുന്നതാണ് ബഹിരാകാശ ഗവേഷണം. ബഹിരാകാശം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന എന്തുവാണ്? നമ്മുടെ സ്വന്തം ISRO ആണ് അല്ലെ. അപ്പൊ ISRO രൂപീകരിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? വിക്രം സാരാഭായ്. അതുപോലെ മറ്റൊരു വ്യക്തിയാണ് ആര്? HJ ബാബ എന്ന ഹോമി ജഹാംഗീർ ബാബ. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരുടെയും പോലുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഈ പറയുന്ന നേതൃത്വത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ഇന്ത്യ ഈ പറയുന്ന ബഹിരാകാശ ഗവേഷണ മേഖലയിൽ വളരെ വലിയൊരു സ്ഥാനമുള്ള ഒരു രാജ്യമാണ്. മറ്റ് പല വലിയ രാജ്യങ്ങൾക്കൊന്നും ഇഷ്ടമില്ലെങ്കിലും നമ്മൾ എന്താണ് ഈ കാര്യത്തിൽ നമ്മൾ അത്യാവശ്യം കിടിലങ്ങൾ ആണ്. ഇന്ത്യ is a country that is advancing in the field of space research. The fundamental vision behind India's space research is that space technology can be utilized for നാഷണൽ ഡെവലപ്മെന്റ് അല്ലെ. ലക്ഷങ്ങൾ മുടക്കി റോക്കറ്റ് ആകാശത്തോട്ട് അയച്ച പട്ടിണി മാറുമെന്ന് ചോദിക്കുന്ന ജനങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ഈ പട്ടിണി മാറ്റൽ മാത്രമല്ല രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത്. ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടാകുന്ന വികസനം നമ്മൾ വളരെ വലിയ മുന്നേറിയിലോട്ട് എന്ത് ചെയ്യും കൊണ്ടെത്തിക്കും. അപ്പൊ അതാണ് നാഷണൽ ഡെവലപ്മെന്റിന് സ്പേസ് റിസർച്ച് എങ്ങനെ ഉപയോഗിക്കാം എന്ന വിഷനോട് കൂടിയാണ് നമ്മുടെ ഇന്ത്യ സ്പേസ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോമി ജെ ബാബയും വിക്രം സാരാഭായി ഒക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പ്രോമിനന്റ് ലീഡേഴ്സ് ആണ്. ഇതിന്റെ പിറകിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കൊന്ന് നോക്കി വയ്ക്കാം. ഏതൊക്കെയാണ്? ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 1969 നമ്മുടെ ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവനിൽ ആരംഭിച്ച ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. ഇനി നമ്മുടെ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമുണ്ട് അല്ലെ, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ NRCS ഹൈദരാബാദ് അല്ല, നാഷണൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഇൻക്ലൂഡിംഗ് ദ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ റോക്കറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നത്, വിക്ഷേപിക്കുന്നത്. ഈ പറയുന്ന ഇവിടെയാണ് നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ അതായി കാണുന്നത്. ഒരു ഭാഗ്യം വെച്ചാൽ എനിക്ക് ഇവിടെ പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഓക്കെ, അത് പണ്ട് സ്കൂളിൽ അത്യാവശ്യം നമ്മളൊരു പ്രൊജക്ടിന്റെ ഒക്കെ ഭാഗമായിട്ട് പോയതാണ്. അപ്പോൾ ശ്രീഹരിക്കോട്ടയിലാണ് അല്ലെ, പുലിക്കട്ട് ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പുലിക്കട്ട് തടാകത്തിലെ ഐലൻഡിലാണ് അല്ലെ ഓക്കെ ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരം. നമ്മുടെ തിരുവനന്തപുരത്ത് ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്, അകത്തൊന്നും കയറാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ സ്പേസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. എന്തൊക്കെ അച്ചീവ്മെന്റുകളാണ് നമ്മൾ ഇവിടെ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, 1975 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിച്ചു. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3. 2013 മംഗൾയാൻ വിക്ഷേപിച്ചു. അടുത്ത് നമ്മൾ ആദിത്യ L1 മിഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂര്യനിലേക്ക് എത്താനായിട്ട്. അതുപോലെ മനുഷ്യനെ സ്പേസിലേക്ക് എത്തിക്കുന്ന ഗഗൻയാൻ സ്കീമും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മൾ അച്ചീവ് ചെയ്യും. അപ്പൊ ചന്ദ്രയാൻ 3യുടെ സക്സസ്ഫുൾ ദിവസമായിട്ടുള്ള ഓഗസ്റ്റ് 23 നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നു, നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ വിശദീകരിക്കാനെന്ന് നിന്നാൽ സത്യം പറഞ്ഞ ഇവിടെ വലുതായിട്ടൊന്നും വിശദീകരിക്കാനില്ല. ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ചിനെ പറ്റി. അപ്പൊ സ്പേസ് റിസർച്ചിനെ പറ്റി എന്തെങ്കിലും എസ്സേ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് തുടങ്ങണം? ഹോമി ജെ ബാബയും വിക്രം സാരാഭായും പോലുള്ള സയന്റിസ്റ്റുമാരുടെ പ്രയത്നത്താൽ വന്നു. എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ട്, ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ ബഹിരാകാശ ഗവേഷണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ രാഷ്ട്ര വികസനത്തിന് വേണ്ടി എങ്ങനെ ബഹിരാകാശ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കാം എന്ന കാഴ്ചപ്പാടോടെയാണ് നമ്മൾ ഈ ബഹിരാകാശ ഗവേഷണം ആരംഭിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അങ്ങനെ ബഹിരാകാശ പര്യവേഷണം ലക്ഷ്യമാക്കി നമ്മൾ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതിൽ വന്നതാണ് 1969 നമ്മുടെ എന്താണ് ISRO. അതുപോലെ ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദ്, തിരുവനന്തപുരത്തെ VSSC. പ്രധാനപ്പെട്ട അച്ചീവ്മെന്റുകളാണ് 75 ഏപ്രിൽ 19 നമ്മൾ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിക്കുന്നു. ചന്ദ്രയാൻ 1, 2, 3. 13 മംഗൾയാനും പിന്നെ എന്താണ് നമ്മുടെ ആദിത്യ L1. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മിസൈൽ മാനെ പറ്റി ഇനി പറഞ്ഞു തരേണ്ട ഒരു ആവശ്യം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവത്തില്ല അല്ലെ. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ജസ്റ്റ് പഠിക്കാനുള്ളതല്ല, അറിഞ്ഞു വെക്കും. ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലൂടെ നമ്മൾ എത്താൻ പോവുകയാണ്. റെഡി അല്ലേ? നോക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക് പറയുന്നതിന് മുന്നേ വേണമെങ്കിൽ ഈ നോട്ട് വേണ്ടിയിട്ടുള്ള പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പേസ് റിസർച്ചുമായി ചോദിച്ചു കഴിഞ്ഞാൽ എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് ഇത്രയും പോയിന്റുകൾ ആണ്. എങ്കിൽ നമുക്ക് കഥ തുടങ്ങാൻ പോവുകയാണ്. ഇന്ത്യയുടെ വിദേശ പോളിസി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസി. അപ്പൊ ഇന്ത്യൻ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അത്യാവശ്യം നല്ല രീതിയിൽ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ഈ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത്? സോ ഇന്ത്യസ് ഫോറിൻ പോളിസി. അപ്പൊ ഇന്ത്യയുടെ വിദേശ നയം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നതാണ് നമുക്ക് ഇന്ന് നോക്കാനായിട്ടുള്ളത്. സിമ്പിൾ സംഭവമാണ്. നമ്മുടെ ഇന്ത്യ വിദേശ നയം എന്ന് പറയുമ്പോൾ നമുക്ക് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്നാൽ നമുക്ക് അതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്ന മറ്റൊരു അയൽ രാജ്യമുണ്ട്, അതാണ് ചൈന എന്ന് പറയുന്നത്.
അപ്പോൾ ചൈനയുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്തത്, അതുപോലെ മറ്റ് രാജ്യങ്ങൾ നിങ്ങൾക്കറിയാലോ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മുടെ ലോകം എന്ന് പറയുന്നത് രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അമേരിക്കയുടെ ടീം, ഒന്ന് നമ്മുടെ റഷ്യ അല്ലെങ്കിൽ USSRന്റെ ടീം. അപ്പൊ USSRന്റെ പതനത്തോടു കൂടിയാണ് കോൾഡ് വാർ അവസാനിച്ചതെന്നൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ ഇന്ത്യ ഇവിടെ എന്ത് സ്റ്റാൻഡാണ് എടുത്തത് എന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനുവേണ്ടി രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ഒന്ന് നമ്മുടെ ഈ ചേരി-ചേരാ നയം എന്ന് പറയുന്ന നോൺ അലൈൻമെന്റ് പോളിസി, മറ്റൊന്ന് ചൈനയുമായി നമ്മൾ ഒപ്പിട്ട പഞ്ചശീല തത്വത്തെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ ആദ്യം തന്നിട്ടുള്ള ഈ ഒരു ഫോട്ടോ, ഇത് 1962 എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ പറയുന്ന യൂഗോസ്ലാവിയ എന്ന് പറയുന്ന സ്ഥലത്ത്, ബെൽഗ്രേഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അഞ്ച് രാജ്യങ്ങളുടെ ലീഡേഴ്സ് ചേർന്നിട്ട് ഒരു കോൺഫറൻസ് കൂടുന്നു. ആ കോൺഫറൻസിന്റെ ഫലമായിട്ട് വരുന്ന ഒരു ഒരു അസോസിയേഷനാണ് നോൺ അലൈൻമെന്റ്, നാം എന്ന് നമ്മൾ പറയും. അപ്പൊ അതിന്റെ ഉദ്ഘാടന ദിവസം എടുത്ത ഫോട്ടോയാണ്. ഇവിടെ നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ പറ്റും. ക്വാമി ക്രൂമ എന്ന് പറയുന്ന ഘാന എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ഉണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഗമാൽ അബ്ദുൽ നാസർ ആണെന്ന് തോന്നുന്നു, ഈജിപ്തിന്റെ. ഇത് ഇന്തോനേഷ്യയുടെ സുകർണോ, ഇത് ജോസഫ് ടിറ്റോ, യുഗോസ്ലാവിയയുടെ നേതാവുമാണ്. ഇവരെ കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന നാം രൂപീകരിക്കുന്നത്. ഇത് ആദ്യം 55 ഇന്തോനേഷ്യയിൽ വെച്ചിട്ട് ബന്ദുങ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു കോൺഫറൻസ് കൂടുന്നുണ്ട്. അടുത്തതിന് ശേഷം 62 61 കറക്റ്റ് ഇല്ല, വർഷമൊന്നും പഠിക്കണം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ പറയുന്ന നേതാക്കളെ കൂടി ചേരുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. എടാ, നമ്മള് ഇപ്പോ രണ്ട് ഗ്രൂപ്പാണ് ഉള്ളത്. ഒന്ന് അമേരിക്ക ഗ്രൂപ്പ്, ഒന്ന് റഷ്യ അല്ലെങ്കിൽ USSR ഗ്രൂപ്പ്. ഇത് രണ്ടിടത്ത് ചേരണോ അതോ വേണ്ട? അപ്പൊ ഇത്ര രാജ്യങ്ങളിലെ ഈ പറയുന്ന നേതാക്കന്മാർ തീരുമാനിച്ചു നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നിലും അങ്ങോട്ട് നിൽക്കണ്ട, നമുക്ക് അമേരിക്കയുടെ കൂടെയും പോകണ്ട, റഷ്യയുടെ കൂടെയും പോകണ്ട, ചേരിയിലൊന്നും ചേരാതെ നമ്മൾ നിൽക്കുന്നതാണ് ചേരി-ചേരാ നയം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ ആദ്യം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇന്ത്യയുടെ ഫോറിൻ പോളിസി. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഇൻട്രൊഡക്ഷൻ ആകാം, കഥ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വിദേശ നയം. അപ്പൊ ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരൊറ്റ പേരെ പറയാനുള്ളൂ, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഫോർമുലേറ്റ് ചെയ്തപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എന്തിനേക്ക് അടിസ്ഥാനപ്പെടുത്തിയാന്ന് ചോദിച്ചാൽ, ഒന്ന് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന് വെച്ചാൽ സമാധാനപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മ്യൂച്വലി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിച്ചു മിണ്ടാതെ പോകും. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് കൊളോണിയലിസം, അതായത് ഈ പറയുന്ന നമ്മുടെ കൊളോണിയൽ രാജ്യങ്ങളുണ്ടല്ലോ, അവരുടെ കൊളോണിയലിസത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അതുപോലെ ഈ വർണ്ണ വിവേചനം, അപ്പാർത്തീഡ് എന്ന് വെച്ചാൽ എന്താണ്, വർണ്ണ വിവേചനം, കറുത്തവൻ വെളുത്തവൻ, അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. പ്രൊട്ടക്ട് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സോവറിറ്റി, അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ എന്താണ് പരമാധികാരവും അതുപോലെ നമ്മുടെ രാജ്യ സുരക്ഷയാണ് നമ്മുടെ പ്രധാന എയിം. നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഫോറിൻ പോളിസി എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തലയിൽ എന്ത് മനസ്സിലാക്കണം, ഇവിടെ വിദേശവുമായി നമ്മുടെ അയൽവക്കക്കാരും മറ്റു രാജ്യങ്ങൾ, ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മാത്രമല്ലല്ലോ, മറ്റു രാജ്യങ്ങളില്ല. അപ്പൊ ഈ മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, സമാധാനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ പിതാവ് നെഹ്റു സമാധാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ഒരു കൊളോണിയൽ ഇതിലും ഗ്രൂപ്പുമായിട്ടും ചേരത്തില്ല, നമ്മൾ വർണ്ണ വിവേചനത്തിനെയും വെച്ച് ഓർപ്പിക്കത്തില്ല. മഹാത്മാഗാന്ധിയുടെ രാജ്യമല്ലേ, പറയാമല്ലോ, അങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. രാജ്യസുരക്ഷയും അതുപോലെ തന്നെ പരമാധികാരവുമാണ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ആണ് നോൺ അലൈൻഡ് പോളിസി, നമ്മൾ ഒരു ഗ്രൂപ്പുമായിട്ട് ചേരത്തില്ല. അപ്പൊ ഈ പ്രിൻസിപ്പിൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നേരത്തെ പറഞ്ഞ നാമ നമ്മൾ രൂപീകരിക്കുന്നത്. അപ്പോൾ നോൺ അലൈൻഡ് പോളിസി, അതുപോലെ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. പഞ്ചശീല തത്വങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കാര്യങ്ങളാണ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ത്യയുടെ വിദേശ നയം, ഈ പടത്തിൽ ഞാൻ ഇവിടെ ചോദ്യം തന്നിട്ടുള്ളതുകൊണ്ടാണ് നാമിന്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞത്. നാം നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ എന്തുവാണ്, ലോക സമാധാന ലക്ഷ്യമായിട്ട് രൂപീകരിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്നത് ഇവരാരൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ആരൊക്കെയാണ്, ജവഹർലാൽ നെഹ്റു, ക്വാമി ക്രൂമ, ഗമാൽ അബ്ദുൽ നാസർ ആണെന്ന് തോന്നുന്നു. പേര് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഇതാണെന്നാണ് എന്റെ ഊഹം, എനിക്ക് ഇവരുടെ പേര് അങ്ങനെ ഓർമ്മ വരുന്നത്. ഇത് നമ്മുടെ സുകർണോ, ഇന്തോനേഷ്യ. ഇത് ഈജിപ്റ്റ് ആണ്, ഇദ്ദേഹം ഈജിപ്തുകാരനാണ്, ഈജിപ്തിന്റെ നേതാവാണ് ഇദ്ദേഹം. ഗാന. ഇതാണെങ്കിൽ നമ്മുടെ ടിറ്റോ ആണ് യൂഗോസ്ലാവിയയിലാണ്. ഇത് അന്ന് എടുത്തേക്കുന്നത് എവിടെയാണ്, ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്. യൂഗോസ്ലാവിയയിലാണല്ലോ ബെൽഗ്രേഡ്. ആ ബെൽഗ്രേഡിൽ വെച്ചിട്ട് 1962 മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ വന്നതാണ് സംഭവം, അന്ന് എടുത്ത പിക്ചറാണ്. അപ്പൊ ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആര്, ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന് ഈ പറയുന്ന വിദേശ നയം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സമാധാനപരമായ സഹവർത്തിത്വം, 2 കൊളോണിയലിസത്തിൽ നിന്നും വർണ്ണ വിവേചനത്തിനും എതിരായിട്ട് നിലകൊള്ളുക, 3 ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരവും സംരക്ഷിക്കുക, അതുപോലെ ചേരിചേരാ നയം, നമ്മൾ ഒരു ചേരിയിലും ചേരാതെ എന്ത് ചെയ്യുക, നിൽക്കുക. അതുപോലെ പഞ്ചശീല തത്വങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്താണ് ഈ പഞ്ചശീല തത്വങ്ങൾ? പാഞ്ച് എന്ന് പറഞ്ഞാൽ 5, അപ്പോൾ 5 തത്വങ്ങളാണ് ഇതിനകത്ത് വരുന്നത്.
അപ്പോൾ പഞ്ചശീല തത്വം 1954 നമ്മൾ ഒപ്പിടുന്നത്. ആരുമായിട്ട്? എടാ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഇവിടെ വരയ്ക്കാം, ഇതാകുമ്പോൾ കുറച്ചുകൂടി. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലയുടെ ഭാഗം. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നേപ്പാളാണ്. എന്നാൽ ഈ ഒരു ഭാഗം മൊത്തം എന്ന് പറയുന്ന ആരാണ്? ഇതൊക്കെ ചൈനയുടെ ഭാഗമാണെന്നറിയാം. അപ്പൊ ചൈനയുടെ പ്രീമിയർ അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റായ ഷൗ ഇങ് ലായുമായിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു 1954 ഒപ്പുവയ്ക്കുന്ന ഒരു കരാറാണെങ്കിൽ ഈ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഫലമായിട്ടാണ് നമ്മളുണ്ട്. അതായത് നമ്മൾ വിദേശീയമായിട്ട് എങ്ങനെയാണ് പെരുമാറുന്നത്. പാകിസ്ഥാനായിട്ട് ഓൾറെഡി അടിയാണ്. നമ്മൾ അവിടെ ഇപ്പോൾ അന്ന് വെസ്റ്റും ഈസ്റ്റും ഇല്ല, ഏത് അറിയാലോ, ബംഗ്ലാദേശ് രൂപീകരിച്ചിട്ട് അവിടെ ഇവിടെ പാകിസ്ഥാൻ. പിന്നെ നമുക്ക് ലാൻഡ് അതിർത്തി വരുന്ന അയൽ രാജ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടുന്ന് ചെറിയതായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ, അത് നമുക്കൊന്നൊരു വിഷയമായിരുന്നില്ല. പിന്നെ മെയിൻ ആൾക്കാരാണ് ചൈനയാണ്. നേപ്പാൾ നമ്മളുമായിട്ട് വലിയ ഐക്യത്തിലാണ് പോകുന്നത്. പിന്നെ അപ്പുറത്ത് മ്യാൻമാർ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ചൈനയുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചു. എന്താ പഞ്ചശീല തത്വങ്ങൾ? മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി. പരസ്പരം മറ്റൊരുത്തന്റെ അതിർത്തി അല്ല, അവന്റെ അതിർത്തി അവന്റേതാണ്. അപ്പൊ അതിന് നമ്മൾ ഇടപെടാൻ പോകാറില്ല. മ്യൂച്വൽ നോൺ അഗ്രഷൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ പാടില്ല. മ്യൂച്വൽ നോൺ ഇന്റർഫറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്, ഒരു രാജ്യത്തിന്റെ ഇന്റേണൽ കാര്യങ്ങൾ മറ്റൊരു രാജ്യം ഇടപെടാൻ പാടില്ല. ഒബ്സർവ് ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ്, അല്ലെ, അവിടെ പരസ്പരം എന്താണ്? സമത്വവും അതുപോലെ തന്നെ സഹായവും ചെയ്യുക. മെയിൻറ്റെയിൻ പീസ്ഫുൾ എക്സിസ്റ്റൻസ്, സമാധാനപരമായിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് പറഞ്ഞുകൊണ്ട് ജവഹർലാൽ നെഹ്റുവും ഷൗ ഇങ് ലായും കൂടി 54 എന്ത് ചെയ്യുന്നു? കരാർ ഒപ്പുവെക്കുന്നു. അപ്പൊ കരാറിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ഫോറിൻ നയത്തിന്റെ ഭാഗമായിട്ടുള്ള പഞ്ചശീല തത്വങ്ങൾ. അപ്പൊ പഞ്ചശീല തത്വങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 5 ശീലങ്ങളാണ്. എന്ത് ശീലങ്ങളാണ്? ഒന്ന്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക, ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയും സോവറിനിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുക. എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താണ്? രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. അതായത് ഇപ്പൊ ഇതാണ് ഇന്ത്യയുടെ അതിർത്തി. അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തീരുമാനിക്കുന്നത് മക്മോഹൻ ലൈൻ എന്ന് പറയുന്ന ഒരു ലൈനാണ്. ഓക്കെ, അപ്പൊ ഈ മക്മോഹൻ ലൈനിന്റെ അതിർത്തിയെ അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, അതുപോലെ സമാധാനപരമായ സഹവർത്തിത്വം എന്ത് ചെയ്യുക? പാലിക്കുക. ഇതായിരുന്നു ലക്ഷ്യം. കോമഡി എന്താന്ന് വെച്ചാല് ഇത് ഇന്ത്യ മാത്രമേ ഒപ്പിട്ടുള്ളൂ. അങ്ങനെയല്ല, ഇന്ത്യ മാത്രമേ ഇത് പാലിക്കാൻ നിന്നുള്ളൂ. ഇത് ആര് പാലിച്ചില്ല? നമ്മളെ ചൈനക്കാർ സത്യത്തിൽ ഇത് ഒപ്പിട്ടെങ്കിൽ അവന്മാർ അതിന്റെ ഒരു പരിപാടി ചെയ്തിട്ട്. അതിന്റെ ഫലമായിട്ടാണ് 1962 നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിൽ എന്ത് വരുന്നുണ്ട്? യുദ്ധം വരുന്നുണ്ട്. അങ്ങനെ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇത്രയും ഭാഗം അക്സായ് ചിൻ മേഖല എന്ന് പറയുന്ന ഇത്രയും ഭാഗം ഇന്നിപ്പോൾ ആരെ കയ്യിലാന്നിരിക്കുന്നതെന്ന് അറിയാവോ? ചൈനയുടെ കയ്യിലാണ്. അതായത് 59 ആയപ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്ന തത്വമൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഈ ടിബറ്റൻ മേഖലകളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പട്ടാളത്തിന് പിൻവലിച്ചു. അപ്പൊ ഈ സമയത്ത് ചൈന എന്ത് ചെയ്തു? ടിബറ്റ് മേഖലയൊക്കെ എന്ത് ചെയ്തു? അങ്ങോട്ട് പിടിച്ചടക്കി. അപ്പൊ ടിബറ്റ് മേഖല പിടിച്ചടക്കിയപ്പോൾ അവിടുത്തെ സ്പിരിച്വൽ ലീഡർ ഉണ്ടല്ലോ ദലായ് ലാമ അവിടുന്ന് എങ്ങോട്ട് എസ്കേപ്പ് ആയി? നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നു. അപ്പൊ ഇന്ത്യ 1959 എൻ്റെ ഊഹം അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നു? അഭയാർത്ഥി ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ചൈന പറഞ്ഞു അത് ഞങ്ങളുടെ ഇന്റേണൽ അഫയർക്കാർ, നിങ്ങൾ ഇടപെട്ടാണെന്ന് പറഞ്ഞു യുദ്ധത്തിന് വന്നു. അങ്ങനെ 62 യുദ്ധം, 62 തന്നെ തോന്നുന്നു, 62 യുദ്ധം നമ്മൾ ഇന്ത്യ തോക്കുകയാണ് ചെയ്യുന്നത്. അന്ന് ഈ അക്സായ് ചിൻ മേഖലയൊക്കെ എന്ത് ചെയ്തു? അവരെ കയ്യിൽ. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഇത്രയും ഭാഗം നമ്മുടെ ഇന്ത്യയുടെ തലയുടെ ഇത്രയും ഭാഗം ഇന്ന് പാക് ഒക്കുപ്പൈഡ് കാശ്മീരും ഇത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് അക്സായ് ചിൻ മേഖല ലഡാക്കിന്റെ ഈ ഒരു ഭാഗമായിട്ട് വരും. ഇതൊന്ന് ചൈനയുടെ കയ്യിലുമാണ്. അങ്ങനെ പലയിടത്തായിട്ട് ചൈന നമുക്ക് ഇങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ പണി തരുന്ന ഒരു വൃത്തിയുടെ രാജ്യമാണ്. ഓക്കെ, നമ്മളായിട്ട് അത്ര ഐക്യമൊന്നുമില്ല, എന്നാലും പേരിൽ നമ്മൾ പഞ്ചശീല തത്വം ഒപ്പിട്ടിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും പഞ്ചശീല തത്വത്തിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ 5 തത്വങ്ങളും പറയണം. പഞ്ചശീല തത്വങ്ങൾ ആരൊക്കെ തമ്മിലാണ് ഒപ്പിട്ടത്? ജവഹർലാൽ നെഹ്റുവും ഷൗ ഇങ് ലായുമായിട്ട്. എപ്പോഴാണ് ഒപ്പിട്ടത്? 1954. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ എന്തുവാണ്? 1954 ആരൊക്കെ തമ്മില്? ജവഹർലാൽ നെഹ്റുവും ഷൗ ഇങ് ലായും തമ്മില് ഒപ്പിട്ട ഒരു തത്വം അല്ലെങ്കിൽ ഒപ്പിട്ട ഒരു കരാറാണ് പഞ്ചശീല തത്വം. അതിലെന്താണ്? രാജ്യങ്ങളുടെ അതിർത്തി. ആലോചിച്ചത്, അതിർത്തി നമ്മൾ അംഗീകരിച്ചു, പരമാധികാരവും അംഗീകരിച്ചു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. നമ്മൾ നാട്ടിൽ പാലിക്കേണ്ട പരിപാടി. തൊട്ടപ്പുറത്ത് അയൽവക്കക്കാരുടെ അതിർത്തി നമ്മൾ പാലിക്കണം. എന്ത് ചെയ്യരുത്? അവനുമായിട്ട് അതിർത്തി മാന്താൻ പോകരുത്, അവന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ കയറി ഇടപെടാൻ പോകരുത്, പരസ്പരം സമാധാനത്തോടെ അങ്ങ് ജീവിക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് പഞ്ചശീല തത്വം എന്നൊക്കെ പറയുന്നത്. തെറ്റല്ലേ? അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത്? പഞ്ചശീല തത്വങ്ങൾ അപ്പൊ നോക്കിയേ, സ്പേസ് റിസർച്ച് വേണ്ടി ഇന്ത്യസ് ഫോറിൻ പോളിസി നമുക്ക് എന്തൊക്കെയാണ്? ഇത് ചോദിക്കാമേ. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി വരുന്നതാണ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് കൊളോണിയലിസം ആൻഡ് അപ്പാർത്തൈഡ്,
പ്രൊട്ടക്ട് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സോവറിനിറ്റി, നോൺ അലൈൻമെന്റ് പോളിസിയും പഞ്ചശീൽ പ്രിൻസിപ്പിൾസും. ഇതിൽ പഞ്ചശീൽ പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ഒപ്പിടുന്നു. പഞ്ചശീൽ പ്രിൻസിപ്പിൾസുമായിട്ട് നമ്മൾ ചൈനയുമായിട്ടാണ് ആദ്യം ഒപ്പിടുന്നത് 54. ഇത്രയും പോയിന്റുകളാണ് ഇതിനകത്ത് വരുന്നത്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. ഓക്കെ, അടുത്ത് നമുക്ക് എന്തിലോട്ട് പോവാം? നോൺ അലൈൻമെന്റിലോട്ട് പോവാം. അപ്പൊ നോൺ അലൈൻമെന്റ്, അപ്പൊ എന്താണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്? ഞാൻ പറഞ്ഞല്ലോ, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ചരിത്രം പറയുകയാണെങ്കിൽ 1955 കാലഘട്ടത്തിൽ ബന്ധുവും എവിടെയാണ്? ഇന്തോനേഷ്യയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ആദ്യ മീറ്റിംഗ്. അങ്ങനെ 62 ആയപ്പോഴത്തേക്കും ബെൽഗ്രേഡിൽ വെച്ചിട്ട് നമ്മൾ യൂഗോസ്ലാവിയയിലാണ് ബെൽഗ്രേഡ്. ഇത് പിന്നീടുള്ളതാണ്. ഇത് നമ്മൾ ഇന്ദിരാഗാന്ധിയും അതുപോലെ നമ്മുടെ ഫിഡൽ കാസ്ട്രോയും ഇത് നമ്മൾ അന്നത്തെ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗുമായിട്ട് നോൺ അലൈൻമെന്റ് കോൺഫറൻസ് 83 നടക്കുമ്പോഴാണ്. കോൾഡ് വാർ അവസാനിക്കുന്നവരെ ഇതിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിന്റെ ആവശ്യമില്ലാതെ വന്നല്ലോ. അപ്പൊ രണ്ടാം ലോകമായതിനു ശേഷം ലോകം 2 ചേരികളായി. ഇതൊക്കെയാണ് അമേരിക്കൻ ചേരിയും സോവിയറ്റ് യൂണിയൻ ചേരിയും. അതിനാണ് കോൾഡ് വാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇന്ത്യ എന്ത് പറഞ്ഞു? നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് വാസ് ഫോംഡ് അണ്ടർ ദ ഇന്ത്യസ് ലീഡർഷിപ്പ്. എന്തുവായിരുന്നു? ബേസ്ഡ് ഓൺ ദ ഫോറിൻ പോളിസി ദാറ്റ് എയിംഡ് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡ് വിത്തൗട്ട് ജോയിനിങ് ഏതർ പവർ ബ്ലോക്ക്. 2 പവർ ബ്ലോക്കിലും ചേരാതെ നമ്മൾ വിട്ടു നിൽക്കുക. അപ്പോൾ ഇന്ത്യക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാം. ആവശ്യം വന്നാൽ അമേരിക്കയുടെ സഹായം ചോദിക്കാം, ആവശ്യം വന്നാൽ റഷ്യയുടെ സഹായം നമുക്ക് ചോദിക്കാം. വൈൽ സ്ട്രൈവിംഗ് ടു മെയിൻറ്റെയിൻ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് ഓൾ കൺട്രീസ് വേൾഡ് വൈഡ്, ഇന്ത്യ പ്ലേസ് എ സ്പെഷ്യൽ അറ്റൻഷൻ ടു അപ്ഹോൾഡ് ഇറ്റ്സ് ഡിഗ്നിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് എമംഗ് നേഷൻസ്. അതായത് നമ്മുടെ സമത്വം സമാധാനം ഒക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ ഒരു വില നമ്മൾ കീപ്പ് ചെയ്ത ഒരു രാജ്യമാണ്. നിങ്ങൾക്ക് അറിയാലോ, പണ്ട് ഞാൻ മുമ്പ് മറ്റേ ബംഗ്ലാദേശിന്റെ കഥ പറഞ്ഞില്ലേ ഓർമ്മയില്? ലോകരാജ്യങ്ങളൊക്കെ നമുക്കന്ന് എതിരായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ കാണുന്ന ആള് നമ്മുടെ ഉദിക്ക് വനിത ഇടപെട്ട് നിന്ന് നമ്മളന്ന് വലിയ അങ്ങനെ നമ്മൾ ശക്തി കാണിച്ചൊരു സന്ദർഭം കൂടെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ചേരിചേര പ്രസ്ഥാനം. അപ്പൊ രണ്ടാം ലോകമായതിനു ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും 2 ആഗോള ശക്തികളായിട്ട് മാറി. ഇവർ തമ്മിൽ ആരംഭിച്ച ശത്രു യുദ്ധത്തിനാണ് കോൾഡ് വാർ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ലോക സമാധാനത്തിന് ഭീഷണിയായി ഒരു ശാക്തിക ചേരിയിലും ചേരാതെ സ്വതന്ത്രമായി നിലനിൽക്കുക, രാജ്യ താല്പര്യം സംരക്ഷിക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ നയം എന്ന് പറയുന്നത്. അതിന് ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് മറ്റു രാജ്യങ്ങൾ എന്ത് ചെയ്തു? ഇതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു. ക്യൂബയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇത്രയും പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുക. അതുപോലെ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഹാസ് സക്സീഡഡ് ഇൻ ഓവർകമിങ് ദ repercussion and challenges of the colonial rule to grow into one of the major global powers. However, we still have a long way to go to socio-economic sector. അപ്പോൾ സോഷ്യോ എക്കണോമിക് മേഖലകളിലെ വളർച്ചയ്ക്ക് നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം. കൺക്ലൂഷനാണ്. ഇത്രയും പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ ഗ്ലിംസസ് ഓഫ് ദ ഫ്രീ ഇന്ത്യയിൽ ഇന്ത്യ തീർന്നു. ഇനി ഈ പറയുന്ന കേരളത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് മൂവ്മെന്റുകളെ പറ്റിയിട്ടാണ് നമുക്ക് നോക്കാനായിട്ട് ഉള്ളത്. ദ എക്സ്പീരിയൻസ് ഓഫ് കേരളാസ് ഡെവലപ്മെന്റ് ദാറ്റ് ക്യാപ്ചേർഡ് വേൾഡ് അറ്റൻഷൻ. കേരളത്തിന്റെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. അപ്പൊ അതിന്ന് ഇതിന്റെ കൂടെ പറയുന്നില്ല. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യണത് പഠിക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട്